നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 25 വെള്ളിയാഴ്ചയാണ്. ഇന്ത്യൻ വിപണി 7 ദിവസത്തെ നേട്ടം അവസാനിപ്പിച്ച് ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കടുത്ത നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യൻ വിപണി ചെറിയ ഇടിവിലേക്ക് പോയെങ്കിലും പാകിസ്ഥാൻ ഓഹരി വിപണിയിലാണ് ഇന്നലെ കനത്ത ഇടിവ് രേഖപ്പെടുത്തിയത്. കറാച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് തുടക്കത്തിൽ തന്നെ ഏകദേശം 2% മുകളിൽ ഇടിഞ്ഞു. ഏതായാലും ഇന്നത്തെ ഇടിവിന് ശേഷം ഇന്ന് നല്ലൊരു പോസിറ്റീവ് ഓപ്പണിങ്ങിനാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ സാധ്യത കാണുന്നത്. പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ മാഗ്നിഫിസന്റ് 7 സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. ആൽഫബറ്റ് 5% ഉയർന്നു. ഇന്റൽ ഷെയറുകൾ ഇന്നലെ 5% ഇടിയുകയുണ്ടായി. ഗൈഡൻസ് ഡിസപ്പോയിന്റ് ആയതാണ് സ്റ്റോക്കുകളിൽ ഒരു ഇടിവ് കണ്ടത്. ഡൗ ജോൺസ് 1.23% നേട്ടമാണ് ഇന്നലെ ഉണ്ടാക്കിയത്. S&P 500 2% ഉയർന്നു. നാസ്ഡാക്ക് 2.74% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. US വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുമെന്നാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് സൂചന നൽകിയിരിക്കുന്നത്. കൂടാതെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ US നീക്കം ചെയ്യണമെന്ന് ബീജിംഗ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ചൈനയ്ക്കെതിരെ US ചുമത്തിയിരിക്കുന്നത് 145% തീരുവയാണ്. ചൊവ്വാഴ്ചത്തെ US പ്രസിഡന്റിന്റെ പ്രസ്താവന ഇത്തരത്തിലായിരുന്നു. ചൈനയുമായുള്ള താരിഫ് കുറയുമെങ്കിലും സീറോയിലേക്ക് പോകില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. ഏതായാലും US പ്രസിഡന്റ് മുട്ടുമടക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഈ ആഴ്ച US വിപണി നല്ല നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. S&P 500 ഏകദേശം ഈ ആഴ്ചത്തെ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 4% നേട്ടത്തിലാണ്. ഡൗ ജോൺസും നാസ്ഡാക്കും 5% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. റിസൾട്ടുകളിൽ കോൾഗേറ്റ് പാമോലീവിൻ്റെ റിസൾട്ട് ഇന്ന് പുറത്തു വരാനുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഡാറ്റ കൂടി ഇന്ന് പുറത്തു വരുന്നത് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ് ഡാറ്റയാണ്. ഇന്ത്യൻ സമയം രാത്രി 7:30 ഈ ഡാറ്റ പുറത്തു വരുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക് വന്നാൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെയും നടത്തിയത്. ബ്രിട്ടീഷ് മാർക്കറ്റ് FTSE തുടർച്ചയായ 9ാം ദിവസവും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. 2019 ശേഷമുള്ള ഒരു ലോങ്ങസ്റ്റ് പോസിറ്റീവ് റൺ തന്നെയായിരുന്നു ഇന്നലത്തോടു കൂടി നമുക്ക് FTSEയിൽ കാണാൻ സാധിച്ചത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ബുധനാഴ്ച 3% ഇടിവുണ്ടാക്കിയിരുന്നു. ഇന്നലെ ഒരു റിക്കവറി കാണാൻ സാധിച്ചു. 1.5% ഉയർന്നു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 72,040 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ഇപ്പോഴും $93,000 തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ഇന്നലെ വലിയ മാറ്റമുണ്ടായില്ല. ഇനി ഏഷ്യൻ മാർക്കറ്റുകൾ ഇപ്പോൾ പോസിറ്റീവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഏകദേശം 130 മുതൽ 140 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് സാധ്യതയുണ്ടെന്നാണ്. ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലോ നമ്മുടെ ഓൺലൈൻ കോഴ്സിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കേവലം 799 രൂപയാണ് ഒരു മാസത്തേക്ക് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ഫീസായിട്ട് വരുന്നത്. പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ഇന്നലെ US ട്രഷറി സെക്രട്ടറി ആയിട്ടുള്ള സ്കോട്ട് ബെസന്റെ ചില പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. അതിലേക്കാണ്. US വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയേക്കാം. US ഒരു ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യയായിരിക്കുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ പറയുകയുണ്ടായി. ജൂലൈ വരെ നിലവിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന 26% പരസ്പര താരിഫുകൾ ഒഴിവാക്കാൻ ഈ കരാർ ഇന്ത്യയെ സഹായിച്ചേക്കാം. ഇന്ത്യയും US കുറിച്ചുള്ള വ്യാപാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2030 $500 ബില്യൺ ഇരട്ടിയാകുമെന്നാണ് BTA ലക്ഷ്യമിടുന്നത്. ഇത് നിലവിൽ $190 ബില്യൺ ആണ്. ഇന്ത്യയുടെ മുഖ്യ നെഗോസിയേഷൻ രാജേഷ് അഗർവാളിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച വാഷിംഗ്ടണിൽ ചർച്ചകൾ ആരംഭിച്ചു. ഏതായാലും വ്യാപാര കരാറിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ രാജ്യം ഇന്ത്യ ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ അത് ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത്. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഇന്നലെ പുറത്തു വന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകളിലേക്ക്. ആദ്യം ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 2% ഒരു ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 7,117.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5.5% വർധനവുണ്ടായി. പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസിൽ 14.7% വർധനവും. ഗ്രോസ് NPA 1.28% എന്ന നിലയിലാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 1.46% മറ്റൊരു കമ്പനി ടെക് മഹീന്ദ്രയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 18.7% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 0.7% വർധനവും എബിറ്റയിൽ 4.1% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ടെക് മഹീന്ദ്രയുടെ റിസൾട്ടുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്തിട്ടുണ്ട്.
പക്ഷേ റവന്യൂ മിസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. മറ്റൊരു കമ്പനി L&T ടെക്നോളജി സർവീസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ 3.5% ഇടിവാണ് കമ്പനി രേഖപ്പെടുത്തിയത്. 311.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 12.4% വർധനവും എബിറ്റയിൽ 6.6% ഇടിവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത്. ബോർഡ് ഫൈനൽ ഡിവിഡൻഡായി 38 രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് മാക്രോടെക് ഡെവലപ്പേഴ്സ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 38.4% ഒരു വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 922.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.1% വർധനമാണ് വന്നിരിക്കുന്നത്. ഫൈനൽ ഡിവിഡൻഡായി കമ്പനി പ്രഖ്യാപിച്ചത് 4.25 രൂപയാണ്. അടുത്തത് സിയൻറ്റ് എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 39.3% ഒരു വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 170.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 0.9% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 1909.2 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. കമ്പനി ഫൈനൽ ഡിവിഡൻഡായി 14 രൂപയാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു കമ്പനി ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. നെറ്റ് പ്രോഫിറ്റിൽ 21.1% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 117.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 17.3% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. 142.2 കോടി രൂപയിലാണുള്ളത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായി പഠിക്കുന്നതിനായി നമ്മൾ പുതിയ ഓൺലൈൻ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഇക്വിറ്റികളിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, ട്രേഡിംഗ് സൈക്കോളജി എന്താണ്, ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കാം, ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ എങ്ങനെയാണ് വാച്ച് ചെയ്യേണ്ടത്, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എത്തരത്തിലായിരിക്കും, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആഴ്ചയിൽ 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇന്നലെയാണ് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മന്ത്ലി ഒരു മാസം ഫീസായിട്ട് വരുന്നത് 3000 രൂപയാണ്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. റൈറ്റ്സ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് മഹാനദി കോൾ ഫീൽഡ്സിൽ നിന്ന് 28 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്ത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. പവർ ഗ്രിഡിൻ്റെ അനുബന്ധ സ്ഥാപനം ഏപ്രിൽ 24 മുതൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ 85 മെഗാവാട്ട് സൗരോർജ്ജ നിലയം പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് റിസൾട്ടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ റിസൾട്ട് വരുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. കൂടാതെ മറ്റ് കമ്പനികൾ മാരുതി സുസുക്കി ഇന്ത്യ, RBL ബാങ്ക്, ടാറ്റ ടെക്നോളജീസ്, L&T ഫിനാൻസ്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻസ്, DCB ബാങ്ക്, ഫോഴ്സ് മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ, ഡോക്ടർ ലാൽപത് ലാബ്സ്, ലോയ്ഡ് മെറ്റൽസ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, മഹീന്ദ്ര ലൈഫ് സയൻസ് ഡെവലപ്പേഴ്സ്, മോത്തിലാൽ ഹോഷാൽ ഫിനാൻഷ്യൽ സർവീസസ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ്, പൂനാവാല ഫിൻകോർപ്പ്, റൊസാരി ബയോടെക്, ശ്രീരാം ഫിനാൻസ്, തേജസ് നെറ്റ്വർക്ക്, VST ഇൻഡസ്ട്രീസ്, സെനോടെക് ലബോറട്ടറീസ്, സെൻസർ ടെക്നോളജീസ് തുടങ്ങിയവയാണ്. ഇന്ന് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് വരുന്ന സ്റ്റോക്കുകൾ മുത്തൂറ്റ് ഫിനാൻസ്, സനോഫി ഇന്ത്യ തുടങ്ങിയവയാണ്. ഇന്ന് ഒരു സ്പ്ലിറ്റ് നടക്കുന്നതിൻ്റെ എക്സ് ഡേറ്റ് വരുന്ന കമ്പനി അമി ഓർഗാനിക്സുമാണ്. അടുത്ത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. തുടർച്ചയായ 7ാമത്തെ ദിവസവും FIS ബൈയിങ്ങിൽ തന്നെയാണ്. ഇന്നലെ FIS 8251 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ 534 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇതോടെ 7 ദിവസം കൊണ്ട് ഏകദേശം 29,000 കോടിയുടെ വലിയ ബൈയിങ് ആണ് FIS നടത്തിയിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് തുടർച്ചയായ 3ാമത്തെ ദിവസവും US മാർക്കറ്റുകൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തതോടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റിവിറ്റിയിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.5% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 0.80% നേട്ടത്തിലാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,529 എന്ന നിലയിലാണ്. 138 പോയിൻറ്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ഒപെക് പ്ലസ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതും മിക്സഡ് ആയിട്ടുള്ള എക്കണോമിക് വാർത്തകളും എല്ലാം കൂടിയായപ്പോൾ ഇന്നലെ ഓയിൽ പ്രൈസുകൾ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $66.80 പെർ ബാരൽ എന്ന നിലയിൽ 0.42% നേട്ടത്തിലാണുള്ളത്. WTI ഉള്ളത് $62.03 പെർ ബാരൽ എന്ന നിലയിൽ 0.38% നേട്ടത്തിൽ. ഇന്ന് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. അങ്ങനെ ഏറെ ദിവസത്തെ നേട്ടത്തിന് ശേഷം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നലത്തെ ക്യാൻഡിൽ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. കൂടാതെ ഒരു ഇൻസൈഡർ ബാർ ക്യാൻഡിൽ കൂടിയാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇനി വീണ്ടും ഒരു അപ് ട്രെൻഡ് സ്റ്റാർട്ടായി എന്ന് നമുക്ക് വിലയിരുത്തേണ്ടത് ഇപ്പോഴത്തെ ഹൈ ആയിട്ടുള്ള, അതായത് ബുധനാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള 24,361 ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു ഡെയിലി ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കുന്നതാണ്. അതിൽ അങ്ങനെ ഒരുപക്ഷെ ഡൗൺ ആവുകയാണെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് കാണേണ്ടത് ആദ്യം 24,000 ആണ്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സോൺ വരുന്നത് 24,660 മുതൽ 24,000
850 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. അപ്സൈഡിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 23,360 അതിന് മുകളിലായിട്ടൊരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 24,700 മുതൽ 24,800 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. അടുത്തതായി പ്രധാനപ്പെട്ട സ്ട്രൈക്കുകളിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,200 സ്ട്രൈക്കിൽ 10% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 27% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,150 സ്ട്രൈക്കിൽ 25% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 4% വർധനവ് കാണാം, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 24,250 സ്ട്രൈക്കിൽ 311% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 623% വർധനവാണ് കാണുന്നത്, ഒരു ഷോർട്ട് ബിൽഡപ്പ് അവിടെയും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സാണ് കുറച്ചുകൂടി ശക്തിയോടെ നിൽക്കുന്നത്. മുൻപത്തെ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ആയിരുന്നില്ല. പുട്ട് സെല്ലേഴ്സ് ആയിരുന്നു മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവരായിരുന്നു കുറച്ചുകൂടി ശക്തിയോടെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇന്ന് അത് മാറി എന്നാണ് കാണുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലും പുട്ട് സൈഡിലും സ്ട്രൈക്കുകൾ. ആദ്യം കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 25,500 അതിനുശേഷം 25,000 സ്ട്രൈക്കിൽ, അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000, അതിനുശേഷം 23,500 സ്ട്രൈക്ക്, അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,201 168 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 56,000 എന്ന സോൺ ടച്ച് ചെയ്തെങ്കിലും അവിടെ നല്ലൊരു റെസിസ്റ്റൻസ്, ഒരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് കാണുന്നത്. അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റി ഡൗൺ ആവുന്നതാണ് കണ്ടത്. കൂടാതെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ വലിയ അപ്പർ വിക്കോട് കൂടിയ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഒരു സെല്ലിംഗ് പ്രഷർ ഹയർ ലെവലിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ക്യാൻഡിൽ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഡൗൺ ആവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ എന്ന് പറയുന്നത് പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 24,464 അപ്സൈഡിൽ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് 56,000 എന്ന ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന സ്ട്രൈക്കുകളിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,000, റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500. ഇന്ത്യ വിക്സിലേക്ക്. ഇന്ത്യ വിക്സ് തുടർച്ചയായ 2ാമത്തെ ദിവസവും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 16.25 1.82% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാമിൽ കൊടുക്കുന്ന എല്ലാ വ്യൂസിൻ്റെയും അപ്ഡേറ്റ്സ് നമ്മൾ അവിടെയും കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും തൃപ്തി ആയതിനു ശേഷം മാത്രം ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇന്ന് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ള വാർത്തകൾ ഇവിടെ ഷെയർ ചെയ്തതെല്ലാം നമ്മുടെ വ്യൂസാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.